With that, going ahead to the next session, the EdTech envisioning the future. So probably, നമ്മളുടെ വിദ്യാഭ്യാസ ആ ഒരു സിസ്റ്റത്തിന് തന്നെ, the education system is undergoing a lot of reformations, and one of the best thing that they have brought forward is experiential learning with the help of technologies. And is it how the future education system will be? That is something that we need to explore in detail and in provided with a great attention. So for that, we have got three wonderful edupreneurs who can talk in detail on the same. So very humbly inviting onto the stage the founder of the EduPod, who has the mission to provide world-class education affordable to all, a graduate from NIT Calicut, requesting Mr. Achaz Mohammad Janshir to kindly join with us. Thank you so much, and please be seated. The next to join on the session, we have got Mr. Mohammad Ajmal, the co-founder of the X and Y Learning focus on STEM education and a well-known YouTuber, working as a SRC design engineer in Intel for more than 9 years and currently in a mission on building AI accelerators for future. Welcome to the session. Thank you so much. And finally, joining with us, we have got Mr. Amal Manoj, the Indian Youth Ambassador in the Indian Youth Delegation to China 2019, the UN, and the National Service Scheme Award recipient at national level. Welcome once again. And with that, handing over the charge to the moderator, kindly take over. Thank you so much. Good evening. എനിക്ക് തോന്നുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തൊരു പാനലാണിത്. നിങ്ങൾ ഇരിക്കുന്ന പലർക്കും ഫെമിലർ ആയ രണ്ട് ഫേസസ് ആണിത്. അപ്പം ഞാനൊരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ നടത്തണമെന്ന് ആവശ്യമില്ല. കാരണം എന്നേക്കാൾ ഞാൻ ഇത് തൊട്ട് മുമ്പേ നമ്മുടെ ഗസ്റ്റ് ലോബിയിൽ ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് പരിചയപ്പെടുമ്പോഴും എനിക്ക് ആ കുട്ടികളിൽ സംസാരത്തിൽ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് ഹൗ ദേ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദെയർ ലൈഫ് എന്ന്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ലൈക്ക് നമുക്ക് എനിക്കൊന്ന് ഓരോരുത്തരും സെൽഫ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാവും നല്ലത്. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അജ്മൽ. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഗുഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല എഡ്യൂക്കേഷൻ, നല്ല സ്കൂൾസ് ഉണ്ട്, നല്ല സിസ്റ്റംസ്, ഇൻ എ വേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഇൻ എ ഹയർ എഡ്യൂക്കേഷൻ സ്പേസ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഡെമോഗ്രഫിക്സ് വെച്ച് നോക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു ടോപ്പ് കോളേജസിലും മറ്റൊന്നും എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ്സ് പ്രൈമർലി ബിക്കോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എയ്സർ എന്ന് പറയുന്ന ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ പോലും പറയുന്നത് കേരളത്തിൽ 8ാം ക്ലാസ് പഠിക്കുന്ന 30% സ്റ്റുഡൻസിന് മാത്രമാണ് 2 നമ്പറുകൾ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ലേണിംഗ് ലക്ഷ്യം വെക്കുന്നത് അറ്റ് എൻ ഏർലി സ്റ്റേജ് കുട്ടികളെ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷന് പ്രാപ്തമാക്കുക, അവരെ നല്ല കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതി നല്ല സ്ഥലങ്ങളിൽ എത്തിക്കാൻ പ്രാപ്തരാക്കുക, ആൻഡ് ദേ ക്യാൻ ഫിഗർ ഔട്ട് വാട്ട് ദേ വാണ്ട് ടു ഡു ഇൻ ദെയർ ലൈഫ് ഫ്രം ദെയർ എന്നുള്ളതാണ്. അങ്ങനെയാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് അറൌണ്ട് 3000+ സ്റ്റുഡൻസ് എക്സ് ആൻഡ് വൈ ലേണിംഗിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ്സ് അബൌട്ട് മീ. ഓക്കെ, നമുക്ക് മാർക്കറ്റിന് എന്താണോ വേണ്ടത് അത് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല കറണ്ട് എഡ്യൂക്കേഷൻ സെനേറിയോയിൽ. എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് അജാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ AI എന്നുള്ളത് ഒരു പേഴ്സണലൈസേഷൻ, ഒന്നൊരു 1-to-1 എല്ലാവരെയും ടീച്ച് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അത്തരം മോഡൽസിൽ നമുക്ക് ക്വാളിറ്റി സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കാൻമിഗോ പോലത്തെ മോഡൽസ് ഓൾറെഡി ഓപ്പൺ AI ബേസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞു. അതൊരു സക്സസ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് ഈ ഒരു AI വരുന്നതോട് കൂടിയിട്ട് ഒന്ന് കുറച്ചുകൂടി സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെക്കാനിസംസ് നമുക്ക് കുറച്ചുകൂടി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്റ്റീവ് റീകോൾ ടെക്നിക്സ് നമുക്ക് എങ്ങനെ നമുക്കൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പോലെയുള്ള സംഭവം കുട്ടിക്ക് എഫക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെ നമുക്ക് മാനുവലി അല്ലാതെ ഒരാളുടെ ഒരു മെന്റർഷിപ്പ് ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ അൾട്ടിമേറ്റ്ലി വരണം എന്നുള്ളതാണ്. പക്ഷെ അതോടൊപ്പം ഇപ്പോൾ ചോദിച്ച ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഇൻ ട്രെയിനിങ്, ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞങ്ങളിപ്പോൾ വരുമ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ ക്ലാസ് റൂംസ് എങ്ങനെ മാറണം എന്നുള്ളത്. ഐ ബിലീവ് ഇറ്റ് ഷുഡ് ചേഞ്ച് ടു സംതിങ് ലൈക്ക് എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എന്താ സംഭവിക്കുക, ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരുന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു എഫിഷ്യൻ്റ് അല്ലാത്ത
സോറി എഫക്റ്റീവ് അല്ലാത്ത എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം. ആ കുട്ടി വന്നിട്ടുള്ളത് പല മൂഡും വെച്ചിട്ടായിരിക്കും. അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവൻ തലേ ദിവസം ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു 40 മിനിറ്റിൽ 20 മിനിറ്റ് ഒക്കെയാണ് ഒരു ടീച്ചർക്ക് എഫക്റ്റീവ്ലി പഠിപ്പിക്കാൻ പറ്റുക. അതന്നെ എല്ലാവർക്കും കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നിട്ട് വീട്ടിലോട്ട് ഹോംവർക്ക് കൊടുത്ത് വിടുന്നു, റൈറ്റ്? ഇത് നേരെ തിരിയണം. ഇത് നേരെ തിരിഞ്ഞിട്ട് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന ഒരു സിസ്റ്റം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. മേ ബി സ്കൂൾ ടൈംസ് റെഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനും, എന്നിട്ട് തിരിച്ച് ക്ലാസ് റൂം എന്നുള്ളത് ആക്ടിവിറ്റീസിൻ്റെ ഒരു സെൻറ്ററായി മാറുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് ലേണിംഗ് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മാത്രമല്ല ഇവിടെ ട്രെയിനിങ്ങിൻ്റെ വിഷയം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എഡ്യൂക്കേഷൻ, ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു വിഷയമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്, റൈറ്റ്? ക്ലാസ് റൂംസിൽ എന്താണ് സംഭവിക്കേണ്ടത്, സ്കൂൾസിൽ എന്താണ് സംഭവിക്കേണ്ടത്, കുറച്ചുകൂടി സോഷ്യലൈസിങ് ആക്ടിവിറ്റീസും കുറച്ചുകൂടി അവരുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റും കുറച്ചുകൂടി അവരുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് അവർക്കുള്ള ഒരു എക്സ്പോഷർ കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി സ്കൂളിലോട്ട് സംഭവിക്കേണ്ടത്. ലേണിംഗ് എന്നുള്ളത് അല്ലാതെയും കുട്ടിക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് AI വഴിയെ ഇപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, വഴിയെ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അഫോർഡബിലിറ്റി എന്നുള്ളത്. നമ്മൾ ഇഫ് യു ആർ ട്രൈങ് ടു ബിക്കം എ കോൺഗ്ലോമറേറ്റ്, ലൈക്ക് എന്താ പറയുക, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മൊണോപ്പൊളി ആവാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് തന്നെ നമ്മൾ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണ് പറഞ്ഞത്. എസെൻഷ്യലി ഡിജിറ്റൽ ഡിവൈഡ് ഈസ് എ പ്രോബ്ലം. നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രോബ്ലമാണ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ ജിയോ പോലത്തെ ഇന്റർനെറ്റ് സർവീസസ് കടന്നു വന്നു. ഇനി ഡിവൈസസ് കുറച്ചുകൂടി ആക്സസിബിൾ ആയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുറേ സോൾവ് ആയിട്ടുണ്ട്, ഇനിയും അത് സോൾവ് ആവാനുണ്ട്. ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ഓരോ എഡ്ടെക് സ്ഥാപനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരു എഡ്ടെക് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ യു വിൽ ഹാവ് എ ടാർഗറ്റ് ഓഡിയൻസ്, റൈറ്റ്? അവർക്ക് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പോൾ എജുപോർട്ടിൻ്റെ അജാസിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട്. കാരണം അവർക്ക് നിരന്തരമായിട്ട് യൂട്യൂബിലൂടെയും മറ്റും ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ എജുപോർട്ട് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാൻവൈയിലോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ കുട്ടികളെയും ഞങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് സയൻസ് ആൻഡ് മാത്സിൽ താല്പര്യമുള്ള ആ ഏരിയയിലോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കാണുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി പറഞ്ഞതുപോലെ എന്താണ് ഒരു എഡ്ടെക് സ്പേസിൽ എസ്പെഷ്യലി ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ഒരു ഇൻവെസ്റ്റർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു സസ്റ്റൈനബിൾ, ഞാൻ ഇൻവെസ്റ്റർ അല്ല, പക്ഷേ ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ സാധിക്കണം, അൾട്ടിമേറ്റ്ലി റൺ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ കുറച്ച് ബേൺ ചെയ്യാതാലും റൺ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇൻ ജനറൽ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ട്രസ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷൻ ബിസിനസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ തൃശ്ശൂരിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ PC തോമസ് സാറിൻ്റെ അടുത്തൊക്കെ പോയി പഠിച്ചിരുന്നത് ആ നെയിമിൻ്റെ മേലുള്ള ട്രസ്റ്റാണ്. ഇന്നും നമ്മളൊരു കോളേജോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഈവൺ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനോ അലയിക്കുമ്പോൾ പോലും ഇപ്പോൾ എജുപോർട്ട് എന്ന് പറയുമ്പോൾ അജാസിന്റെ മുഖമായിരിക്കും ഓർമ്മ വരിക, എക്സാൻവൈ എന്ന് പറയുമ്പോൾ അജ്മലിന്റെ മുഖമായിരിക്കും ഓർമ്മ വരിക. ഇങ്ങനെ ആളുകളെയാണ് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ലെവലിൽ ഒരു എഡ്ടെക് ഫൗണ്ടർ ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ട്രസ്റ്റിന്റെ മേലെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ബിൽഡ് ചെയ്യാനുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇന്ന് അതിന് ഒരുപാട് മേഖലകൾ ആക്ച്വലി അവൈലബിൾ ആണ്, ചീപ്പർ ആൾട്ടർ. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് ക്ലാസ് കൊടുത്ത് നോക്കാം, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇത് നമുക്ക് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് ഒരു എഡ്ടെക് ബിൽഡ് ചെയ്യേണ്ടത്. വളരെ ചീപ്പറായിട്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, വളരെ ലീൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു എഡ്ടെക് ബിൽഡ് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാത്ത മോഡൽസ് വരുമ്പോഴാണ് ഹ്യൂജ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിലോട്ട് പോവുക, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരിക, എന്നിട്ട് ഇതൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഒരാൾ ഒരു എഡ്ടെക് കമ്പനി തുടങ്ങുന്നു, ഫസ്റ്റ് തന്നെ ചെയ്യുന്ന എന്താ, ചിലപ്പോൾ വലിയ ഓഫീസ് ഉണ്ടാക്കും, എന്നിട്ട് ഭയങ്കരമായിട്ട് ഫർണിഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾ മുടക്കിയിട്ടുണ്ടാവും. അവസാനം ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല, കോടികൾ മുടക്കിയിട്ടുണ്ടാവും, റൈറ്റ്? അവസാനം ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ എന്തുണ്ടാവില്ല, അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നുണ്ടല്ലോ, അല്ലേ? അതേപോലെ ഒരുപാട് കമ്പനീസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാടെണ്ണം പ്രോഫിറ്റബിൾ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ബിസിനസ് മോഡലിന്റെ പ്രശ്നമാണ് ഭൂരിഭാഗം പുതിയ എഡ്ടെക്സിനുള്ളത്. കുറേ എണ്ണം പൂട്ടി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ അതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇതില് അജ്മൽ പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നിങ്ങളൊക്കെ ഒരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ്
യൂട്യൂബിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്ലാസ്സസ് കൊടുക്കുക. ആയിട്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് കൊടുത്ത് തുടങ്ങിയത്. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യും, എൻ്റെ ഐപാഡിൽ അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യും, ഐപാഡിൽ എഴുതും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിൽ വരുന്ന വീഡിയോസ് ഉണ്ടാകും. അപ്പോഴാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടത്. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ ഒന്നും വീട്ടിൽ വെക്കാൻ പ്രത്യേകിച്ച് സൗകര്യം. അപ്പോൾ ഞാൻ ചെയ്തത്, എൻ്റെ ഫാദർ ഡോക്ടറാണ്, അപ്പോൾ അവിടെ ഈ കൺസൾട്ടേഷൻ റൂമിൽ ഒരു പൊതുവേ ഈ പച്ച തുണി ഉണ്ടാവും. ആ പച്ച തുണി എടുത്തിട്ട് ബാക്കിൽ എന്ത് ചെയ്തു, അത് തൂക്കിയിട്ടു. വീഡിയോ ആരാ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ, ആരാ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ തന്നെ, ആരാ സംസാരിക്കുന്നത് ഞാൻ തന്നെ, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് വലിയൊരു ടീമോ ഒരുപാട് ആളുകളോ അങ്ങനെയല്ല അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്കും കോൺഫിഡൻസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ടീമിൽ നിന്നൊരു വീഡിയോ എഡിറ്റർ പറഞ്ഞാൽ സാറില്ല ഞാൻ എഡിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ചിന്ത എന്തുണ്ടാവുള്ളൂ, നമുക്ക് ആർക്കും ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളത്. റൈറ്റ്? യെസ്, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ലേൺ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ 2 കേസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് ഫുള്ള് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞറിയാൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇതൊരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് സ്വീഡൻ എന്നുള്ളത്. റൈറ്റ്? ദെയർ സ്റ്റുഡൻറ് ടു ടീച്ചർ റേഷ്യോ ഈസ് എന്താ പറയുക, അവർ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോബ്ലം ആയിരിക്കും. എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതായത് അവർ ഒരു നല്ലൊരു എഡ്ടെക് പ്ലാറ്റ്ഫോമിലോട്ട് മാറി അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ അളന്ന് എന്നിട്ട് അത് എത്രത്തോളം ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു പ്രോപ്പർ റിസർച്ച് ഒക്കെ നടത്തിയിട്ടായിരിക്കും അവർ പ്രോബബ്ലി അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഇതിലോട്ട് പോകുന്നുണ്ടാവും. ഞാൻ അതിന്റെ തൊട്ടയൽ രാജ്യമായ ഫിൻലൻഡ് പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരു പ്രീ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾക്ക് 2 ടീച്ചർമാരും 1 നഴ്സും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ കുറച്ചും കൂടെ എന്തായിരിക്കും ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. അപ്പൊ അവർക്കത് അവർ ആ ഒരു പെർസ്പെക്റ്റീവിൽ അവർക്കത് എന്തായിരിക്കും, അവർക്കത് ബെസ്റ്റ് ആയിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഐ തിങ്ക് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ആവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. കാരണം ഇവിടെ ഒന്ന് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എന്നുള്ളത് ഇവിടെ പ്രശ്നമാണ്. ഈ ഫിൻലാൻഡോ സ്വീഡനിലോ പോയാൽ ഐ തിങ്ക് ടീച്ചേഴ്സ് വിൽ ബി വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ജോബ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫിൻലാൻഡിലൊക്കെ അല്ലെ ഏറ്റവും ഡോക്ടേഴ്സിന്റെ അതേ റെസ്പെക്റ്റും അതേ സാലറി അവർക്ക് ടീച്ചേഴ്സിന് ആ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ആ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത്, ആ ഒരു ഭാഗം ആണ് അവരെന്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ആക്ച്വലി നമുക്ക് ബെറ്റർ ക്ലാസ്സസ് നമുക്ക് ഒരു ലാർജർ ഓഡിയൻസിലോട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ഇപ്പം ഞങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡുവൽ ടീച്ചർ സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആളുകളെ നമ്മൾ കൊണ്ടുവരിക. ഓൺ ദി അതർ സൈഡ് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനും സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും സ്റ്റുഡന്റിനെ മെന്റർ ചെയ്യാനും ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ടീച്ചേഴ്സിനെ, അവർ നെസസറിലി അക്കാഡമിക് എക്സ്പേർട്സ് ആയിക്കൊണ്ടെന്നില്ല, ദേ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫ്രം സ്റ്റുഡൻറ് എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് ഐ തിങ്ക് ആസ് എ കൺട്രി സ്വീഡനും ഇന്ത്യയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് വാസ്റ്റ്ലി 2 ഡിഫറെന്റ് പ്രോബ്ലംസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തന്നെ എഡ്ടെക് പ്ലാറ്റ്ഫോംസിനേക്കാൾ കൂടുതൽ ആൾക്കാർ അബ്രോഡ് പോകുന്നൊരു ടെൻഡൻസി കൂടിയാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഇപ്പോൾ ഒട്ടുമിക്ക എഡ്ടെക് പ്ലാറ്റ്ഫോംസ് എടുത്താലും പ്രൈമറി എഡ്യൂക്കേഷൻ ഇഷ്യൂ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ പലപ്പോഴും സോൾവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യാൻ പലരും മടിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എഡ്ടെക്കിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഹയർ ലെവലിലേക്കുള്ളതിനെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ, കാരണം നമുക്ക് അത്രയും നല്ല ഐഡിയൽ സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഐഡിയൽ എഡ്ടെക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷെ എന്നിട്ടും ഈ ഒരു മാർക്കറ്റ് ടാമ്പർ ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇതിലെ ഇന്ത്യക്കാരും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യക്കാര് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഫോർഡിന്റെ MITയുടെ ഓപ്പൺ കോഴ്സ് വെയർ അവൈലബിൾ ആണ്, ഓക്സ്ഫോർഡിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്, IITസിന്റെ NPTEL അവൈലബിൾ ആണ്. എത്ര ആൾക്കാർ ഇതിലെ NPTELന്റെ കോഴ്സസോ ക്ലാസ്സസോ കേട്ടിട്ടുണ്ട്? ഞാൻ വെറുതെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ MIT കുറച്ച് ആളുകളുണ്ട്, റൈറ്റ്? വി ക്യാൻ സീ എ ഫ്യൂ ഹാൻഡ്സ്, റൈറ്റ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾക്കാണ് പുറത്തു പോകുന്നത്. ഒന്ന്, നാട്ടുകാരുടെ ചോദ്യം കേൾക്കണ്ടല്ലോ, എന്താ ചെയ്യണത് എന്നുള്ളൊരു ചോദ്യം ഒന്നും കേൾക്കണ്ട. എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പല കുട്ടികളും പുറത്തു പോകുന്നത്. പക്ഷേ അവിടെ പോകുന്നത് ഒരു 3rd tier 4th tier യൂണിവേഴ്സിറ്റീസിലോട്ടാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്. അത്തരം യൂണിവേഴ്സിറ്റീസിലോട്ടാണ്. അല്ലാതെ നമ്മളെ +2 മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും അഡ്മിഷൻ തരുമോ? നമ്മളെ കേരളത്തിലെ +2 മാർക്കും +2 സർട്ടിഫിക്കറ്റും SSLCയുടെ A+ വെച്ചിട്ട് ആരെങ്കിലും അഡ്മിഷൻ തരുമോ? ഇല്ല എന്നാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സ്കിൽ ഒരാൾക്ക് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇന്ന് അവൈലബിൾ ആണ്. അതിന് ഓപ്പൺ സോഴ്സ് ആയിട്ട് എത്ര ഇപ്പോൾ ഹാർവാർഡിന്റെ CS50 കോഴ്സൊക്കെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, റൈറ്റ്? ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്.
റൈറ്റ്. യെസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്കിൽ ഗ്യാപ്പ് എന്നുള്ളിടത്ത് ഇപ്പോൾ അജാസ് ലാസ്റ്റ് പറഞ്ഞതാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾക്ക് പ്രോഗ്രാമിംഗ് സ്കില്ലില്ല, അല്ലെങ്കിൽ കോഡിംഗ് സ്കില്ലില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കില്ലില്ല എന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി സോൾവ് ഈസിലി. അതിനുള്ള ഒരുപാട് അപ് സ്കില്ലിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫ്രീലി തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു വർഷം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടു എൻ്റെ കമ്പനിയിലോട്ട്. എന്താണ് ഈ പറഞ്ഞ ഒരു ഹയറബിലിറ്റി, എൻ്റെ കമ്പനിയിലോട്ട് ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു, റെസ്യൂം അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ എനിക്ക് മെയിൽ അയച്ചു, ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു. അതിൻ്റെ താഴെ അയാളെ പേരില്ല, നമ്പറില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു, ഡു യു ഹാവ് എ CV എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു. അപ്പോൾ എനിക്കൊരു റിപ്ലൈ മെയിൽ കിട്ടി, യെസ്. അതായത് CV അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല. CV ഉണ്ടോയെന്ന് ചോദിച്ചാൽ CV ഉണ്ടെന്ന് ഞാൻ ഉത്തരം പറയും. അതാണ് മൂപ്പര് ഒരു ലൈന്. അപ്പോൾ ഇങ്ങനെയാണ് കുറേ ആൾക്കാരുള്ളത്. ഞാനൊരു എല്ലാവരെയും കൂടെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ജോലിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും കീ പ്രോബ്ലം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആളുകൾക്കൊരു ഇപ്പോൾ ആളുകൾ ഇപ്പോൾ കോളേജിൽ പോകണോ, സ്കില്ല് വേണോ എന്നൊക്കെ അങ്ങനത്തെ ഡിബേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു. ഒരാൾ 3 കൊല്ലം കോളേജിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ അറ്റ്ലീസ്റ്റ് ഹയറബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ അയാൾ 3 കൊല്ലം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, അയാൾ പേഷ്യൻ്റ് ആയിട്ട് നിൽക്കണല്ലോ, ഒരു കാര്യത്തിന് കമ്മിറ്റ് ആയി നിൽക്കണല്ലോ. മറ്റാൾ എപ്പോഴാണ് പോവാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നുള്ള ആളെ ചിലപ്പോൾ നാളെ കണ്ടു എന്നൊന്നും വരില്ല, റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ഫ്രം എൻ ലൈക്ക് ഒരു എംപ്ലോയബിലിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ജോലി ഇല്ലാത്ത പ്രശ്നം ഇവിടെ ഇല്ല, ജോലി ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റിന്റെ കുറവാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏത് ജോബിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജെറിയാട്രിക്സിലല്ലേ? ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രായമായ ആൾക്കാരെ നോക്കുന്നതാണ്. അതൊരു മോശം ജോലിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാണോ നമ്മുടെ ആൾക്കാർ പോകേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അതാണോ, ആ ജോലിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അബ്രോഡ് പോവേണ്ടത്? എനിക്ക് തോന്നിയില്ല. ഇഫ് യു ആർ ഇന്നെവിറ്റബിൾ, യു ബിക്കം ഇന്നെവിറ്റബിൾ ടു എൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അത് ഇന്നെവിറ്റബിൾ ആവാൻ ആർക്കും പറ്റും. ആ ഇന്നെവിറ്റബിൾ ആവാനുള്ള ഒരു എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫ്യൂച്ചറിൽ കൊളാബറേഷനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എജുപോർട്ട് ഇസ് ബിൽഡിംഗ് സംതിങ് യുണീക്ക്, അല്ലെങ്കിൽ X&Y ഡൂയിങ് സംതിങ് യുണീക്ക് ഇൻ ദെയർ സ്പേസ്. ഓക്കെ, അവിടെ നമ്മളൊരു സ്പെസിഫൈഡ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലപ്പുറം ഇപ്പോൾ ഒരു ലാർജർ നാഷണൽ പ്ലെയർ വരികയാണ്. A larger national player might be seeing something different from us, right? നമുക്ക് അവരുടെ ഒരു സിസ്റ്റത്തിലോട്ട് കോംപ്ലിമെന്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു പുതിയ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ തന്നെ പോയിട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല. അത് അവരിലൂടെ ഒരു ലാർജർ കസ്റ്റമറിലോട്ട് എത്തിപ്പെടാൻ പറ്റുമോ, റൈറ്റ്? സോ ദർ ആർ ഡിഫറെന്റ്, എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മേ ബി ഒരു മേജർ അല്ലെങ്കിൽ ഒരു അക്വിസിഷൻ പെർസ്പെക്റ്റീവൊക്കെ നോക്കുമ്പോൾ ഡിഫറെന്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മുടെ അടുത്ത് നല്ലൊരു യൂസർ ബേസ് വേണം, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മോഡൽ വേണം. അതോടൊപ്പം ഇസ് ദർ സംതിങ് യുണീക്ക് ദാറ്റ് വി കൻ ഓഫർ, ഒരു വാല്യൂ പ്രപ്പോസിഷൻ ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റാത്തത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ദെൻ വിൽ ബി വിന്നേഴ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബൈജൂസ് ശരിക്കും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ബൈജൂസിന്റെ തുടക്കം ഒരു വലിയ സ്റ്റേഡിയംസിൽ അദ്ദേഹം ക്ലാസ് എടുത്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലയണൽ മെസ്സി വന്നാലും ഷാറൂഖ് ഖാൻ വന്നാലും മോഹൻലാൽ വന്നാലും അല്ല എഡ്യൂക്കേഷനിൽ ഒരാളൊരു കാര്യം വാങ്ങുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഫൗണ്ടർ വന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അവർ ഒരു സാധനം നമ്മൾ ആരാണെങ്കിലും എഡ്യൂക്കേഷനിൽ ഇന്ന സ്കൂളാണെങ്കിൽ ഇന്ന പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന കോളേജാണ് ഇന്ന ആളുണ്ടല്ലോ എന്നാണ് നമ്മളും നമ്മുടെ പാരൻസും ഒക്കെ ആലോചിക്കുക. അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് യു ക്യാൻ ഒരു വലിയൊരു സെയിൽസ് ഫോഴ്സിനപ്പുറം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പുഷിനോ അത്തരം കാര്യങ്ങൾക്ക് മാർക്കറ്റിംഗ് എഫേർട്ടിനപ്പുറം നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാവണം, അത് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി ദാറ്റ്സ് വാട്ട് ദാറ്റ് മാറ്റേഴ്സ്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ എട്ടെക് ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് വി ഷുഡ് ലേൺ ഫ്രം ദാറ്റ് ഈസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ദർ ആർ ലോട്ട് ഓഫ് അൺസോൾവ്ഡ് പ്രോബ്ലംസ്, അതാണ് അത് സൂചിപ്പിക്കുന്നത്, റൈറ്റ്? ആൻഡ് ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് പാരലൽ സിസ്റ്റംസ് നമ്മൾ നിർബന്ധമായിട്ടും ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി സ്പേസ് ഫോർ എവരിവൺ സിറ്റിംഗ് ഹിയർ, ഐ തിങ്ക്. സോ വൺ മോർ തിങ്, രണ്ടുപേരോട് ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണ്. എന്താണ് ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ 2030 വിഷൻ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആവുന്ന ഒരു വിഷൻ ഉണ്ട് പലപ്പോഴും. അതിൽ എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു വരാൻ പോകുന്ന ഒരു 15-20 ഇയേഴ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാറ്റം എന്താണ്? അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് അവർ കിഡ്സ് ഫ്യൂച്ചർ റെഡി. നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് സർ കെൻ റോബിൻസൺ ചോദിക്കുന്നുണ്ട്, റൈറ്റ്, ഇൻ വൺ ഓഫ് ഹിസ് വെരി ഫേമസ് ടെഡ് ടോക്സ്. അപ്പോൾ ഒരു 40 വർഷത്തിനപ്പുറം 50 വർഷത്തിനപ്പുറം ഈ വേൾഡിനെ ലീഡ് ചെയ്യാൻ, നോട്ട് ജസ്റ്റ് ഓൺ എംപ്ലോയബിലിറ്റി, മേ ബി ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ ലീഡർ, ആസ് എ പേഴ്സൺ, റൈറ്റ്, ഈ ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യാവുന്ന
കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ഐ തിങ്ക് എ ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ മേക്കിംഗ് അവർ കിഡ്സ് ഫ്യൂച്ചർ റെഡി. മേ ബി സ്കൂൾസ് ഒക്കെ കുറേയൊക്കെ പൂട്ടിപ്പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് തിങ്സ് വിൽ ചേഞ്ച് ഫോർ ഗുഡ്. ഓക്കെ, Thank you so much. Yet another impeccable session. Let's all join together our hands to show us them our appreciation. Thank you so much. And we have got a right person to be expressing our gratitude to them. May I very humbly request Mr. Umar Abdul Salam to kindly join with this. And humbly requesting Mr. Mohammad Ajmal to kindly accept this gesture of deep admiration from our end. Thank you so much for highlighting നമ്മളെ ഓരോരുത്തരുടെയും ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സ്കിൽ, that is a soft skill, that is something that we needs to improve and that the kids needs to be future ready. Thank you so much. And now requesting Mr. Amal Manoj to kindly accept wonderful stellar session on the EdTech Envisioning the Future.